കൃഷ്ണ ഗുരുവായൂരപ്പ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ പണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ ഫോളോ അപ്പ് ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് ആ വീഡിയോയിൽ ഉണ്ടായ സംഭവത്തെ ആസ്പദമാക്കിയിട്ട് വീണ്ടും പല ഞെട്ടിപ്പിക്കുന്ന അനുഭവങ്ങളുമായിട്ട് പലരും വന്നിരുന്നു. അത് കേട്ടതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ വീണ്ടും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതിനാസ്പദമായ സംഭവം നടക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ എറണാകുളം മണ്ണുത്തി ഹൈവേയിലുള്ള പാലിയക്കര ടോൾ പ്ലാസ അവിടെ നിന്നും 1.5 കിലോമീറ്റർ ഉള്ളിലേക്ക് മാറി കോനിക്കര എന്ന ദേശത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ മണ്ണത്ത് മഹാവിഷ്ണു നരസിംഹമൂർത്തി അമ്പലത്തിലാണ്. അവിടെ തിരുമേനി ഭഗവാന്റെ ശ്രീകോവിലിനുള്ളിൽ ഭഗവാന്റെ പ്രതിമയെ കഴുകുന്നതിനിടയിൽ കുളിപ്പിക്കുന്നതിനിടയിൽ പെട്ടെന്ന് നരസിംഹമൂർത്തിയുടെ വള നരസിംഹമൂർത്തിക്കാണ് പ്രാധാന്യം കൂടുതൽ. പെട്ടെന്ന് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ എറണാകുളം മണ്ണുത്തി ബൈപ്പാസിൽ പറഞ്ഞു പെട്ടെന്ന് പാലിയക്കര ടോൾ പ്ലാസയ്ക്ക് മാറുകയും അദ്ദേഹം 1.5 കിലോമീറ്ററിലേക്ക് മാറിയുകയും എല്ലാവരും അത്ഭുതത്തോടെയും ആശ്ചര്യത്തോടെയും മാത്രമല്ല അത്യധികം ഭയഭക്തി ബഹുമാനങ്ങളോടെയും അത് കേൾക്കുകയും അങ്ങനെ ഉണ്ടായ ഒരു അനുഭവമാണ് ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുള്ളത്. അതായത് അത് തീർച്ചയായും ഈ അനുഭവം ഞാൻ മുമ്പ് നരസിംഹമൂർത്തിയുടെ ഗർജനം കേൾക്കുന്ന അമ്പലം എന്ന പേരിൽ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിരുന്നു. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് പല കേട്ടുകേൾവികളും ഉണ്ടായി. അതായത് അവിടെയുള്ള പഴമക്കാരിൽ ഒരാൾ പറഞ്ഞത് അവരുടെ ബന്ധത്തിലുള്ള ഒരാൾക്ക് ഈ ശബ്ദം മുമ്പ് പണ്ട് കാലത്ത് ഇത് കേട്ടിരുന്നു എന്നാണ്. അതുപോലെ പഴമക്കാരും ആ വഴി നടന്നു പോകുമ്പോൾ ഈ ശബ്ദം നരസിംഹമൂർത്തിയുടെ ഈ ഗർജനം ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ടെന്ന് പറയപ്പെടുന്നു. പിന്നീട് അടുത്ത കാലത്ത് ഈ ഒരു തിരുമേനിക്ക് ഇങ്ങനെ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ തന്നെ നടയിൽ വെച്ചിട്ട് ഈ നരസിംഹമൂർത്തിയുടെ വിഗ്രഹത്തിൽ നിന്ന് ഇങ്ങനൊരു ഗർജനം കേട്ട് അനുഭവം പറഞ്ഞതിന് ശേഷം മറ്റു ചില ആൾക്കാരും തങ്ങളും ഇങ്ങനെ ഈ അമ്പലത്തിൽ നിന്ന് ശബ്ദം കേട്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വന്നിരുന്നു. തീർച്ചയായും അമ്പലം വളരെ പ്രാധാന്യം നരസിംഹമൂർത്തിക്കാണെങ്കിൽ ആ നരസിംഹമൂർത്തി മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകുന്ന ഒരു അമ്പലമാണിത്. അമ്പലത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അവിടെ സ്ഥിതി ചെയ്യുന്ന മഹാവിഷ്ണു എന്ന് പറയുന്നത് ഗുരുവായൂരപ്പ വിഗ്രഹത്തിന് തത്തുല്യമായൊരു വിഗ്രഹമാണെന്നും അതുപോലെ തന്നെ ഗുരുവായൂരപ്പ വിഗ്രഹത്തിൻ്റെ പ്രാധാന്യം അറിയാലോ. അത് ആ ശില നമ്മൾ ഇവിടെ ഭൂമിയിലുണ്ടാക്കിയ ഒരു ശിലയല്ല, പാതാളാഞ്ജനം എന്നൊരു ശിലയാണ്. അത് മഹാവിഷ്ണു മഹാവിഷ്ണുവിൻ്റെ വൈകുണ്ഠത്തിൽ തന്നെ പൂജിച്ചിരുന്ന വിഗ്രഹമാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു വിഗ്രഹമാണെന്ന് ഈ വിഗ്രഹത്തിൽ മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹത്തിൽ ഒരു ചെറിയ പോറൽ വന്നപ്പോൾ അത് പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ പറഞ്ഞിരുന്നു അത്രേ. അതായത് ഈ അമ്പലത്തിൽ ഈ മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹം എന്ന് പറയുന്നത് വളരെ പഴക്കം ചെന്നതാണെന്നും മാത്രമല്ല ഇത് എവിടെ നിന്നാണ് ഉത്ഭവം എന്ന് പറയാൻ പറ്റില്ല, അതുപോലൊരു വിഗ്രഹമാണ് ഇത്. ഒരു ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തിന് തുല്യമായ അതുപോലെയുള്ളൊരു വിഗ്രഹമാണെന്നും അങ്ങനെ പറയുകയുണ്ടായി. അതിനുശേഷം ആ വിഗ്രഹത്തിന് ഒരു മാറ്റം പോലും വരുത്താതെ സൂക്ഷിക്കണമെന്നും അതുമാത്രമല്ല അതിന് ഗോളക ചാർത്തിയാൽ മതി, വിഗ്രഹത്തിൽ ഒരു മാറ്റവും വരുത്തരുതെന്നും പ്രത്യേക നിർദ്ദേശം ഉണ്ടാവുകയും ചെയ്തു. അതായത് അവിടെ മഹാവിഷ്ണുവിനും നരസിംഹമൂർത്തിക്കും പ്രാധാന്യമുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ നരസിംഹമൂർത്തിക്കാണ് കൂടുതൽ പ്രാധാന്യം. മാത്രമല്ല ഈ അമ്പലത്തിൽ പ്രധാന വഴിപാടെന്ന് പറയുന്നത് പാനകം നരസിംഹമൂർത്തിയുടെ ഒരു ഇഷ്ട വഴിപാടായിട്ട് പറയപ്പെടുന്നു. പാനകം അവിടെ പ്രസാദത്തിലും നരസിംഹമൂർത്തിയുടെ നടയിൽ നിന്ന് ലഭിക്കുന്നതാണ്. അതായത് ഇവിടെ 2 പ്രധാന നടകളാണുള്ളത്. അതായത് മഹാവിഷ്ണുവിൻ്റെ ഒരു നടയും
അതുപോലെ തന്നെ നരസിംഹമൂർത്തിയുടെ നടയും. അവിടെ നരസിംഹമൂർത്തിയുടെ നടയാണ് കുറച്ച് മുന്നിട്ട് നിൽക്കുന്നത്. കാരണം നരസിംഹമൂർത്തിക്ക് പ്രാധാന്യം കൂടുതലുള്ളതുകൊണ്ട്. നരസിംഹമൂർത്തിയുടെ അടുത്തുനിന്ന് നമുക്ക് ലഭിക്കുന്നത് പാനകം എന്ന വഴിപാടാണ്. അതുമാത്രമല്ല ഇവിടെ അപ്പം, അട ഇതൊക്കെ വളരെ വിശേഷപ്പെട്ടതായിട്ട് കരുതുന്നു. മാത്രമല്ല ഈ രണ്ട് മൂർത്തിക്കുമായി ഉദയാസ്തമന പൂജ എന്നൊരു വഴിപാടുണ്ട്. ഇത് രണ്ട് മൂർത്തിക്കും സെപ്പറേറ്റ് ചെയ്യും. അങ്ങനെ ഒരു ദിവസത്തെ പൂജ രണ്ട് മൂർത്തിക്കും ചെയ്യുന്നതാണ്. അതായത് ഉദയം മുതൽ അസ്തമനം വഴിയുള്ള വഴിപാടാണത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഉദയാസ്തമന പൂജ അങ്ങനെ ഉദയം മുതൽ അസ്തമനം വരെ നടത്തുന്ന പൂജയാണിത്. അപ്പോൾ അതിനൊരു പ്രത്യേക സമയമുണ്ട്. അതിനെപ്പറ്റി എനിക്ക് വിശദമായി അറിയില്ല. അപ്പോൾ ഈ ഉദയാസ്തമന പൂജ നടത്തുമ്പോൾ അത് കുടുംബ ഐശ്വര്യത്തിനും വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാതും സോൾവ് ആവാനും അതുപോലെ സമ്പൽ സമൃദ്ധി ഉണ്ടാവാനും ഇപ്പോൾ നമ്മൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അതിനൊക്കെ ഭയങ്കര നേട്ടങ്ങൾ ഉണ്ടാവാനും അതുപോലെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷനാണ്. എല്ലാത്തിനും ഉത്തമ പരിഹാരമായിട്ടാണ് ഉദയാസ്തമന പൂജ അറിയപ്പെടുന്നത്. പക്ഷേ ഉദയാസ്തമന പൂജ നമുക്കറിയാം സ്വാഭാവികമായിട്ട് ഒരു അമ്പലത്തിലെ ഏറ്റവും റേറ്റ് കൂടിയിട്ടുള്ള ഒരു പൂജയാണ്. അതുകൊണ്ട് അത് ചെയ്യാൻ കഴിയുന്നവർക്ക് അത്രയും കഴിവുള്ളവർക്ക് ചെയ്യാം, അല്ലെങ്കിൽ താല്പര്യമുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. അത് പക്ഷേ എനിക്കറിയാം ഫലസിദ്ധി ഉറപ്പുള്ളൊരു വഴിപാടാണ്. വളരെ ഉത്തമമായിട്ടുള്ള ഒരു വഴിപാടാണ്. അപ്പോൾ ഒരു ക്ഷേത്രത്തിൽ തന്നെ രണ്ട് ദേവതകളായ കാരണം രണ്ട് മൂർത്തികൾക്കും വഴിപാടുകൾ ചെയ്യുന്നത് വളരെ ഗുണവും ഐശ്വര്യവും ഉണ്ടാവുമെന്നാണ് പറയപ്പെടുന്നത്. എനിക്ക് ഈ അമ്പലത്തിൽ ദർശനം നടത്താനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് അവിടെ തോന്നിയത് വളരെ പോസിറ്റീവ് ഊർജ്ജമാണ്. എനിക്ക് ഈ രണ്ട് മൂർത്തികളുടെ നടയിൽ തൊഴാനും മൂർത്തികളെ അടുത്ത് കണ്ട് തൊഴാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യങ്ങൾ ഞാൻ അവിടെ പ്രാർത്ഥിക്കുമ്പോൾ അതുപോലെ എനിക്ക് അനുകൂലമായിട്ട് തരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും എൻ്റെ അനുഭവത്തിലുള്ള ഒരു കാര്യമാണ്. ഞാൻ ആദ്യമായിട്ട് ഈ അമ്പലത്തിൽ പോയപ്പോൾ ഞാൻ എൻ്റെ ഒരുപാട് കാര്യങ്ങൾ അവിടെ മനസ്സിൽ ഭഗവാനോട് പറഞ്ഞിരുന്നു. ഈ എല്ലാ കാര്യങ്ങളും നടന്നു എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് അതിൽ വളരെ സന്തോഷവും നന്ദിയും. അത് മാത്രമല്ല പിന്നീട് ഞാൻ ഈ അമ്പലത്തിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ കേട്ടു, നരസിംഹമൂർത്തിയുടെ ഗർജനം കേട്ടു എന്നൊക്കെ അറിഞ്ഞപ്പോൾ എനിക്ക് ഇത്രയും ശക്തിയുള്ള ഒരു ദേവതയാണല്ലോ ഞാൻ പ്രാർത്ഥിച്ചു തന്നു. പിന്നെയും അവിടെ നിന്ന് അനുഭവങ്ങൾ ആൾക്കാർ പറഞ്ഞ് കേട്ടപ്പോൾ അത് വളരെ സന്തോഷമുള്ളതും തീർച്ചയായിട്ടും ഭഗവാന്റെ ഒരു അനുഗ്രഹമായിട്ടും അത് എനിക്ക് അവിടെ പോകാൻ കഴിഞ്ഞത് എൻ്റെ ഒരു പൂർവ്വജന്മ പുണ്യമായിട്ടും ഞാൻ കരുതുന്നു. താല്പര്യമുള്ളവർക്കൊക്കെ അവിടെ പോയി ദർശനം നടത്താവുന്നതാണ്. ഇഷ്ടമുള്ള വഴിപാടുകൾ അവിടെയുള്ള വഴിപാടുകൾ ആർക്കാണെന്ന് വെച്ചാൽ ചെയ്യാവുന്നതാണ്. അതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും മനസ്സുരുക്കി പ്രാർത്ഥിക്കുകയാണെങ്കിൽ വെളിപ്പുറത്തുള്ള ദേവതയാണ് അവിടുത്തെ നരസിംഹമൂർത്തി. അതുപോലെ തന്നെ മഹാവിഷ്ണുവും നേരത്തെ പറഞ്ഞ പോലെ ഗുരുവായൂരപ്പ ചൈതന്യമുള്ള അതേപോലത്തെ ശിലയാണ് അവിടെയെന്ന് പറയുന്നു. അത് അത്രയും ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ ശിലയ്ക്ക് ഭയങ്കര ഒരു പ്രത്യേകതയുണ്ടല്ലോ. അതാണ് ഗുരുവായൂർ അമ്പലത്തിനെ ഇത്രയും ഫേമസ് ആക്കിയത്. അതുപോലെ തന്നെ ഈ അമ്പലത്തിലെ ശിലയും അതേപോലെ ഒരു ശിലയാണെന്ന് പ്രശ്നം വെച്ചപ്പോഴാണ് കണ്ടത്. അപ്പോൾ ദേവപ്രശ്നത്തിൽ കിട്ടിയതാണ്. അപ്പോൾ അത്രയും പ്രാധാന്യമുള്ള ഒരു ദേവതയാണ് അവിടെ വാഴുന്നതെന്ന് അറിഞ്ഞപ്പോൾ അത് വളരെ സന്തോഷമുള്ളതാണ്. മാത്രമല്ല എനിക്കിങ്ങനെ ചില അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. അതായത് ഇവിടുത്തെ മഹാവിഷ്ണുവിനെയും അതുപോലെ തന്നെ ഗുരുവായൂരപ്പനെയും കണക്ട് ചെയ്തിട്ട് എനിക്കും ചില അനുഭവങ്ങൾ വ്യക്തിപരമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും അറിയിക്കാനാണ് ഞാൻ ഇന്ന് വന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.